വഫാത്തുൻ നബി. ഹിജ്റ 10-ാം വർഷം ദുൽഖഅദ 25-ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന് പുറപ്പെട്ടു. ചരിത്രപ്രസിദ്ധമായ വിടവാങ്ങൽ പ്രസംഗം അവിടെ വെച്ചാണ് നിർവഹിച്ചത്. അതോടെ അവിടുത്തെ നിയോഗദൗത്യം പൂർത്തീകരിക്കപ്പെടുകയായിരുന്നു. ദുൽഹജ്ജ് 10 വെള്ളിയാഴ്ച അറഫാ ദിനം. അസർ കഴിഞ്ഞ് അവിടുന്ന് ഒട്ടകപ്പുറത്ത് ഇരിക്കുകയാണ്, അറഫയിൽ തന്നെ. ഇന്ന് നാം നിങ്ങളുടെ മതം പൂർണ്ണമാക്കി നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് പൂർണ്ണമാക്കി തരികയും ചെയ്യുന്നു എന്ന് സാരം വരുന്ന സൂറ മാഇദയിലെ 3-ാം ആയത്തുമായി ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി. അതിനുശേഷം വിധിവിലക്കുകളുള്ള ആയത്തുകളൊന്നും ഇറങ്ങിയിട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, താങ്കളുടെ ദീൻ കാര്യം പൂർണ്ണമായി. ഇനി നിങ്ങളോടൊന്നും കൽപ്പിക്കാനില്ല, വിരോധിക്കാനുമില്ല. എൻ്റെ ജോലി തീർന്നു. ഇനി അതുമായി ഞാൻ ഇറങ്ങി വരില്ല. ഇത് അവിടുത്തെ സഖാക്കളെയെല്ലാം അറിയിക്കൂ. മക്ക വിട്ട് അവിടുന്ന് മദീനയിലെത്തി. ഈ ആയത്തോതി എല്ലാവരെയും കേൾപ്പിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ വൃത്താന്തവും. സ്വഹാബാക്കൾക്ക് സന്തോഷം, ആനന്ദം. അവർ നാഥനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ, ദീൻ പൂർണ്ണമായല്ലോ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്ത് മാത്രം മ്ലാനത, മനം നിറയെ ആശങ്ക. എന്തൊക്കെയോ ഓർത്ത് അദ്ദേഹം വിങ്ങിപ്പൊട്ടി. വേഗം വീട്ടിലേക്ക് നടന്ന് വാതിലടച്ച് വിതുമ്പിക്കരഞ്ഞു. രാപ്പകലുകൾ കഴിഞ്ഞു. ഏങ്ങലടിയും കണ്ണീരും മാത്രം. എല്ലാവരും വാർത്തയറിഞ്ഞു. അവരെ കാണാനെത്തി. ആഹ്ലാദവും ആനന്ദവും നിറഞ്ഞു നിൽക്കേണ്ട നേരത്ത് അങ്ങെന്താണ് കരഞ്ഞിരിക്കുന്നത്? റബ്ബ് നൽകിയ അനുഗ്രഹത്തിൽ സന്തോഷിക്കുകയല്ല വേണ്ടത്. കണ്ണീരോടെ അവരെല്ലാം മൊഴിഞ്ഞു. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, നമുക്ക് വലിയ ഒരു അപകടമാണ് വരുന്നത്. ഒരു വസ്തു പൂർണ്ണമായാൽ പിന്നെ അതിൻ്റെ ഗമനം താഴോട്ടെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിട്ടു പിരിയുമെന്നാണ് ഈ ആയത്തിൻ്റെ ധ്വനി. ദീൻ പൂർണ്ണമായാൽ പിന്നെ അവിടുത്തെ ആവശ്യമില്ലല്ലോ. ഹസനും ഹുസൈനും യതീമുകളാകുകയാണ്, ഭാര്യമാർ വിധവകളാകുകയാണ്. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. കാര്യം മനസ്സിലായ സ്വഹാബാക്കളും കൂട്ടക്കരച്ചിൽ. ആരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംഗതി പറഞ്ഞു. ശരിയാണ്, അബൂബക്കറിൻ്റെ വ്യാഖ്യാനം പിഴച്ചിട്ടില്ല. ഈ സൂക്തം എൻ്റെ വേർപാടിനെ സൂചിപ്പിക്കുന്നുണ്ട്. യാത്ര പോകാൻ എനിക്ക് നേരമായിട്ടുണ്ട്, അവിടുന്ന് വിശദീകരിച്ചു. ഇത് കേട്ടതും അബൂബക്കർ റളിയല്ലാഹു അൻഹു ബോധശൂന്യനായി ഏങ്ങലടിക്കൂടി. സദാസമയവും മൂകനായി കാണപ്പെട്ടു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാതും കണ്ടവും വിറച്ചു. കണ്ണീരൊലിപ്പിച്ച് നടന്നു. ആർക്കും ഒരു ഉന്മേഷവുമില്ല. എല്ലാവരും വിതുമ്പിക്കഴിച്ച് കൂട്ടുകയാണ്. നൊമ്പരത്തിൻ്റെ നാളുകൾ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സ്വഹാബിമാരുടെയും കൈപ്പിടിച്ച് ആശ്ലേഷിച്ചു. യാത്ര പോകാനൊരുങ്ങിയവനെപ്പോലെ പലരോടും പലതും ഉപദേശിച്ചു. 81 ദിനം മാത്രമാണ് ഈ ആയത്തിറങ്ങിയതിൽ പിന്നീട് അവിടുന്ന് ജീവിച്ചത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, വഫാത്ത് അടുത്തപ്പോൾ അവിടുന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. ബാങ്ക് വിളിക്കാൻ കൽപ്പിച്ചു. നമസ്കാരത്തിന് നേരമായിട്ടുണ്ട്. സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് അവിടുന്ന് മിമ്പറിൽ കയറി അല്ലാഹുവിനെ സ്തുതിച്ച് സാരഗർഭമായ ഒരു പ്രസംഗം ചെയ്തു. കരളൊലിക്കുന്ന, കൽബ് കിടുക്കുന്ന, കണ്ണുനീർ തോരാത്ത ഒരു വല്ലാത്ത പ്രസംഗം. സദസ്സ് മുഴുക്കെ അത് കേട്ട് വിങ്ങിപ്പൊട്ടി. അവിടുന്ന് അവസാനിപ്പിച്ചു. മുസ്ലിം സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ നബിയാണ്, ഉപദേഷ്ടാവാണ്. ഞാനുമായി വല്ല സാമ്പത്തിക ഇടപാടുകളുമുണ്ടെങ്കിൽ നിങ്ങൾ അത് വേഗം തീർക്കണം. ബാധ്യതകൾ നാളേക്ക് വെച്ചേക്കരുത്.